പ്രകാശിക്കുന്നത് കൊണ്ടാണ് പ്രകാശിക്കുന്നത് കൊണ്ടാണ് അതിന് ജീവനുള്ളതാവണത്. ആ ജീവൻ ഭഗവാനാണ്. പ്രപഞ്ചത്തിന് മുഴുവൻ ജീവൻ ഭഗവാനാണ്. അപ്രകാരം ബ്രഹ്മാവ് സൃഷ്ടിക്കണു. ജീവനായിട്ട് എല്ലാവരിലും ഭഗവാൻ പ്രകാശിച്ചുകൊണ്ട് കാലസ്വരൂപനായി ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കണു. ബ്രഹ്മാവിന്റെ വിവിധ സൃഷ്ടികൾ വർണ്ണിക്കുമ്പോൾ ആദ്യം മാനസ സൃഷ്ടികളായിരുന്നു മരീച്യാദി മഹർഷിമാര്. പിന്നെ ശരീരത്തെ രണ്ടായി ഭാവന ചെയ്തുകൊണ്ട് ഒരു ഭാഗം പുരുഷനായി മറുഭാഗം സ്ത്രീയായി ആ ബ്രഹ്മാവിന്റെ ശരീരത്തിന്റെ പകുതികളായ സ്ത്രീ പുരുഷന്മാർ സ്വയംഭുവ, മനു, ശതരൂപ എന്നിവർ ഭൂമിയിലേക്ക് പുറപ്പെട്ടപ്പോഴാണ് ഭൂമി കാണാണ്ടയായതും ബ്രഹ്മാവ് പരിഭ്രമിച്ച് ഭഗവാനെ ധ്യാനിക്കുന്നതും. ഭഗവാൻ ബ്രഹ്മാവിന്റെ നാസികാദ്വാരത്തിൽ നിന്നൊരു ചെറിയ സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് വലുതായി 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 ആദിവരാഹമായിട്ട് അവതരിച്ച് കാരണജലത്തിൽ ചെന്ന് ഭൂഗോളത്തെ ഉദ്ധരിച്ചു കൊണ്ടുവന്നു. ഭൂമിയെ മുഴുവൻ കൈയടക്കിയതായ ഹിരണ്യാക്ഷന് മോക്ഷം കൊടുത്തു. അനേക അധ്യായങ്ങളായിട്ട് വർണ്ണിക്കുന്നതായ കഥകളാണ് അതൊക്കെ. ഞാൻ ഒന്നങ്ങോട്ട് ചാടി കിടക്കുകയാണ്. ആ വരാഹാവതാരം, ഹിരണ്യാക്ഷ മോക്ഷം. പിന്നെ വിദുരന്റെ ചോദ്യം മറ്റ് പല സൃഷ്ടികളെ കുറിച്ചും പറയുന്നത് കേട്ടപ്പോൾ അതൊക്കെ കേട്ടിട്ട് എനിക്ക് വലിയ പ്രയോജനം തോന്നില്ല. മനുഷ്യന്റെ ചരിത്രത്തെക്കുറിച്ച്, മാനവ ചരിത്രത്തെക്കുറിച്ച് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ തൃതീയ സ്കന്ധത്തിൽ 21-ാമത്തെ അധ്യായം മുതലാണ് മാനവ ചരിത്രം ആരംഭിക്കുന്നത്. മനുഷ്യന്റെ, സ്വയംഭവനുവിന്റെ പത്നി ശതരൂപയോടുകൂടിയ ഭൂമിയിലേക്കുള്ള വരവ്, ആ ദാമ്പത്യ ജീവിതത്തിൽ അവർക്കുണ്ടായ 3 പെൺമക്കള്, 2 ആൺമക്കള്. ആ മനു കുടുംബ ചരിത്രമാണ് തൃതീയ സ്കന്ധത്തിൽ 21-ാമത്തെ അധ്യായം മുതൽ സപ്തമ സ്കന്ധത്തിൽ 7-ാമത്തെ സ്കന്ധത്തിൽ കഴിയുന്നത് വരെയുള്ളതായ കഥകളും സ്വയംഭുവ മന്വന്തരത്തിലെ കഥയാണ്. മനുവിന്റെ പെൺകുട്ടികളിൽ ദേവഹൂതി എന്ന മകളിൽ പിറന്ന മകനാണ് ഭഗവാന്റെ കപില മഹർഷിയായിട്ടുള്ള അവതാരം. ആ കപിലവാസുദേവനായ ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശിക്കുന്നതായ ഉപദേശം കപിലോപദേശം തൃതീയ സ്കന്ധത്തിൽ 25-ാമത്തെ അധ്യായം മുതൽ 8-9 അധ്യായങ്ങളിൽ ഭക്തിയോഗത്തെയും ജ്ഞാനയോഗത്തെയും ധ്യാനയോഗത്തെയും ഗർഭസ്ഥ ശിശുവിന്റെ അനുനിമിഷമുള്ളതായ വളർച്ചയെയും, സ്വർഗാദി ലോകങ്ങളിൽ പോയാലും അവിടെയും സുഖമില്ല. കാരണം അവിടെയും മാത്സര്യ ബുദ്ധിയുണ്ട്. ഞാനോ നീയോ എന്നുള്ളതായ ചിന്തകളുള്ളിടത്ത് സ്വർഗത്തിലായാലും സുഖം ഉണ്ടാവാൻ പോണില്ല. അതുകൊണ്ട് സുഖാവണത് മനസ്സിൽ ഉത്തമമായ ഭക്തി ഉണ്ടാകുമ്പോഴാണ് എന്ന് ഭഗവാൻ അവിടെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണു. ആ ദേവഹൂതി മാതാവ് മുക്തി പ്രാപിക്കണു. സാഖ്യ ശാസ്ത്രമെല്ലാം ആ കപിലോപദേശത്തിൽ വരണതാണ്. ഈ പ്രപഞ്ചം എന്നതിനെ നമുക്ക് വ്യക്തമായി വരച്ചു കാണിച്ചു തരുന്നതായ ആ സാഖ്യ ശാസ്ത്രാദികൾ, പഞ്ചഭൂതങ്ങള്, പഞ്ചതന്മാത്രകള്, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള്, പഞ്ചകർമ്മേന്ദ്രിയങ്ങള് എന്നീ 4-5 20കളുടെ ജഡമായ സ്വരൂപമാണ് ഈ പ്രപഞ്ചത്തിന്. ആ ജഡത്തെ ചൈതന്യവത്താക്കണത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നിങ്ങനെയുള്ളതായ ചൈതന്യത്തിൻ്റെതായ ചാലകങ്ങളാണ്. ആ പരമചൈതന്യം എല്ലാവരിലും ജീവനായിട്ട് ഭഗവാൻ തന്നെയാണ്. വേറെ വേറെ കാണുമ്പോൾ ജീവനായിട്ടും, ഒന്നിച്ച് കാണുമ്പോൾ പരമാത്മാവായിട്ടും. അപ്പൊ ഈ പരമാത്മാവും ജീവാത്മാവും വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ബൾബ് കത്തുമ്പോൾ ഒരു പ്രകാശം വേറെ ആയിട്ട് തോന്നുകയാണ്. ഓരോ ബൾബിലും വേറെ വേറെയുള്ള പ്രകാശം ഒരേ പ്രകാശം തന്നെയാണ്, ഒരേ വിദ്യുത് ശക്തി തന്നെയാണ്. എന്നതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായ ചൈതന്യം ഒന്ന് തന്നെ. ഒന്നിൽ നിന്നാണ് ഈ നാനാത്വം. ഈ നാനാത്വത്തിലെ ഏകത്വത്തെ കാണാറാവാനാണ് ഈ സംഖ്യാദി ശാസ്ത്ര പഠനങ്ങൾ. ഗീതോപദേശത്തിന്റെ ആദ്യാധ്യായം അർജുനന്റെ വിഷാദയോഗം, 2-ാമത്തെ അധ്യായം സാഖ്യ യോഗം. അവിടുന്നാണ് ആ ഏകതത്വത്തെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് പിന്നെ കർമ്മയോഗവും കർമ്മസന്യാസ യോഗവും എല്ലാം ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഈ സാഖ്യശാസ്ത്രം പഠിച്ചാൽ നമ്മുടെ സർവസംശയങ്ങൾക്കും അത് ഉത്തരം നൽകുന്നു. ആ നാനാത്വത്തിലെ ഏകത്വം എന്നതിന്റെ ശാസ്ത്രമാണ് സാഖ്യശാസ്ത്രം. ആ സാഖ്യശാസ്ത്രാദികൾ അമ്മയ്ക്ക് ഭഗവാൻ ഉപദേശിച്ചു. കപിലോപദേശത്തോടുകൂടി, ദേവഹൂതിയുടെ മുക്തിയോടുകൂടി തൃതീയ സ്കന്ധത്തിലെ സർഗലക്ഷണം സമർപ്പിച്ചു. 4-ാമത്തെ സ്കന്ധത്തിൽ വിസർഗം, വിശേഷണയുള്ള സർഗം. ഈ പ്രപഞ്ചത്തിലെ ആദ്യത്തെ പ്രപഞ്ച സൃഷ്ടി, പിന്നെ പ്രപഞ്ചത്തിലെ സൃഷ്ടി. 3-ാം സ്കന്ധത്തിലെ വിഷയം വീടുണ്ടാക്കിയതിന്റെ കഥ. 4-ാം സ്കന്ധത്തിലെ വിഷയം വീട്ടില് താമസിച്ച് കുടുംബമായി ജീവിച്ച് ഉണ്ടായ കുട്ടികളുടെ പരമ്പരകളുടെ കഥ. 3-ാം സ്കന്ധത്തിലെ വിഷയം
പ്രപഞ്ചമുണ്ടായതിന്റെ കഥയാണ്. പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളതായ കഥയാണ്. 4-ാം സ്കന്ധത്തിൽ ഈ പ്രപഞ്ചത്തിൽ ബ്രഹ്മാവിന്റെ സൃഷ്ടി പരമ്പരകളെ കുറിച്ചുള്ളതായ കഥയാണ്. 4-ാം സ്കന്ധത്തിൽ 4 കഥകൾ: ദക്ഷയാഗവും, ധ്രുവചരിത്രവും, പൃഥുചരിത്രവും, പുരഞ്ജനോപാഖ്യാനവും. ആദ്യ ദക്ഷയാഗ കഥയിലാണ് മനുവിന്റെ പെൺകുട്ടികളുടെ കഥ വരണത്. പിന്നെ 2ാമത്തെ മകന്റെ കഥയാണ് ആദ്യം ഉത്താനപാദൻ. ആ ഉത്താനപാദന്റെ പുത്രനാണ് ധ്രുവൻ. ധ്രുവന്റെ വംശം വർണ്ണിച്ചു വരുമ്പോഴാണ് പൃഥു എന്ന പേരിൽ ഭഗവാൻ അവതരിച്ചതും. പിന്നീട് ആ പൃഥുവിന്റെയും വംശം വർണ്ണിച്ചു വരുമ്പോഴാണ് പ്രാചീന ബർഹിസ്യന് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തതായ പുരഞ്ജനോപാഖ്യാനം എന്നുള്ള കഥയും. 4 കഥകൾ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളെ കുറിച്ചുള്ളതായ പാഠങ്ങളാണ് 4-ാം സ്കന്ധത്തിൽ. 5-ാം സ്കന്ധത്തിൽ മനുവിന്റെ മൂത്ത മകനായ പ്രിയവ്രതന്റെ കഥ ആരംഭിച്ചു. ആ പ്രിയവ്രതന്റെ വംശത്തിലാണ് ഋഷഭൻ എന്ന പേരിൽ ഭഗവാൻ അവതരിച്ചത്. ആ ഋഷഭദേവന്റെ മൂത്തപുത്രനാണ് ഭരതൻ. ആ ഭരതൻ ഭരിച്ചതിന് ശേഷമായിരുന്നു അയ്യനാഭം എന്നതുവരെ പേരുണ്ടായിരുന്ന പുണ്യഭൂമിക്ക് ഭാരതം എന്ന പേര് പ്രസിദ്ധമായി തീർന്നത്. ആ ഭരതന് പിന്നീട് ഒരു മാൻകുട്ടിയെ സ്നേഹിച്ചതുകൊണ്ട് മാനായി പിറക്കേണ്ടി വന്ന കഥ. വീണ്ടും ഒരു മരമണ്ടനെ പോലെ ആത്മാരാമനായി ജീവിച്ചതായ കഥ. ഭദ്രകാളിയുടെ മുമ്പിൽ വെട്ടിക്കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ടിരുന്നതായ കഥ. പിന്നീട് ആ ഭരതയോഗി രഘുഗണ മഹാരാജാവിന് ഉപദേശിച്ചതായ രഘുഗണ ഭരത സംവാദങ്ങൾ, ഉപദേശങ്ങൾ. അവിടുന്ന് അങ്ങോട്ടാണ് ഭൂഗോളത്തെ, ഒരു ഭാഗം സ്വല്പമൊന്ന് കൂർത്തതായ ഭൂമിയുടെ ആകൃതിയെ നമ്മൾ കുട്ടിക്കാലത്ത് ഉദാഹരണം പഠിച്ചത് ഓർമ്മ ഉണ്ടാവും. അത് ഞാൻ പറയണില്ലേ. അവിടെ ഭാഗവതത്തിൽ പറയണതായ ഭൂമിയുടെ ആകൃതി താമര മുട്ടുപോലെ എന്നാണ്. ഒരു ഭാഗം കൂർത്തതായ താമര മുട്ടുപോലെയാണ് ഈ ഭൂഗോളം. ഭൂഗോളത്തിലെ 7 ദ്വീപുകള്, വൻകരകള്, അവിടെയുള്ള പ്രത്യേകതകള്, അവിടെയുള്ള വ്യത്യസ്ത വിശ്വാസങ്ങള്, ഈശ്വര ആരാധനകള്. ചിലയിടത്ത് സൂര്യനെ ഈശ്വരനായിട്ട് ആരാധിക്കുന്നു, മറ്റിടത്ത് ചന്ദ്രനെ കണ്ടാൽ വ്രതം അവസാനിപ്പിക്കുന്നു, മറ്റു ചിലയിടത്ത് അഗ്നിയെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിലും അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളും ഉപാസനകളും ആണ് എങ്കിൽ അതിനെല്ലാം സ്വീകരിക്കുന്ന, എല്ലാം ശരി എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആ ഒരു മാതൃഭാവമാണ് ഭാരതത്തിനുള്ളത്. ഭാരതത്തിലേക്ക് എല്ലാവർക്കും വരാം, എല്ലാ വിശ്വാസമുള്ളവർക്കും വരാം. അല്ല, എനിക്ക് വിശ്വാസമൊന്നുമില്ല എന്ന് താനും വന്നോളെ, ഇവിടെ വന്നുകൂടി കുറച്ചു കഴിഞ്ഞാൽ വിശ്വാസം ഉണ്ടായിക്കോളും എന്ന രീതിയിൽ വിശ്വാസമില്ലാത്തവരെയും വിശ്വസിപ്പിക്കുന്ന ശാസ്ത്രമാണ് ഭാരതത്തിൻ്റെതായ പൈതൃകം. അങ്ങനെ ഭാരത മഹിമ ശ്രീ ശുകബ്രഹ്മ മഹർഷി പറയുന്നു. ഭാരതഖണ്ഡത്തിലുള്ള അനേക പർവ്വതങ്ങള്, നദികള്, പുണ്യക്ഷേത്രങ്ങള്, ആശ്രമങ്ങള് എണ്ണിയാൽ അവസാനിക്കണതല്ല. ഭാരതം മുഴുവൻ അത്തരത്തിൽ തീർത്ഥാടനം, ക്ഷേത്രാടനം വേണമെന്ന് ഒരാൾ തീരുമാനിച്ച് ഒരു ജന്മം കൊണ്ട് മുഴുവനെ ആക്കാൻ പറ്റുന്നതുമല്ല. അങ്ങനെ തീർത്ഥാടന ക്ഷേത്രാടനങ്ങൾ ആരംഭിച്ചാൽ നമ്മൾ തീരുമാനിക്കും ഇനിയും ജന്മം തരണം. ഇപ്പൊ ഗുരുവായൂർ പോയി, മമ്മൂര് പോയി, വൈക്കത്തപ്പൻ്റെ അടുത്തേക്ക് പോയി, അവിടേക്ക് പോയി, ഇവിടേക്ക് പോയി, കേരളത്തിൽ മുഴുവൻ ആയിട്ടില്ല. എല്ലാ ദിക്കിലേക്കും പോകാനായിട്ട് ഇനിയും ജന്മം തരണം എന്ന് പ്രാർത്ഥിക്കും. അത്തരത്തിലുള്ള ഈശ്വര ഉപാസനയുടെ കർമ്മക്ഷേത്രമാണ് പുണ്യ ഭാരതം എന്ന് ഭാരത മഹിമയെ ശ്രീ ശുകബ്രഹ്മ മഹർഷി ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കാനാണ് മറ്റു രാജ്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും അവിടെയുള്ള വ്യത്യസ്തമായ ജീവിത ശൈലികളെ കുറിച്ച് ഇവിടെ പറഞ്ഞു കൊടുത്തതും. ഭാരതമടക്കമുള്ള ജംബൂദ്വീപിന് ചുറ്റുമുള്ള മറ്റ് 6 പ്ലക്ഷം, ശാൽമലം, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്കരം എന്നൊക്കെ ഉള്ളതായ ദ്വീപുകൾ, ഇന്ന് യൂറോപ്പ്, അമേരിക്ക എന്നൊക്കെ നമ്മൾ പറയുന്നതായ പേരുകൾക്ക് മാറ്റം ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു. ഏതായാലും അന്നത്തെ പേരുകള്, സംസ്കൃത നാമങ്ങൾ അപ്രകാരമായത് ഭൂദാനത്തിന്റെ ജ്ഞാനപ്പാനയുടെ വരികളില് ഈ ഭൂഗോള വർണ്ണനയെ കുറിച്ച് കാണാൻ സാധിക്കും. പിന്നെ ഭൂമിയുടെ താഴേക്കുള്ള അതലവിതലാദി പാതാളം വരെയുള്ള അധോലോകങ്ങൾ, മുകളിലേക്കുള്ള സത്യലോകം വരെയുള്ളതായ ലോകങ്ങൾ, ഈ 7-14 ലോകങ്ങളോട് കൂടിയ ബ്രഹ്മാണ്ടത്തിന്റെ ഒരു ചിത്രം ശ്രീ ശുക മഹർഷി പരീക്ഷത്തിനെ വരച്ച് കാണിച്ചു കൊടുത്തു. ആ മാപ്പ് കണ്ടപ്പോ പരീക്ഷിത്ത് ഈ നരകം എവിടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് നരകത്തിന്റെ സ്ഥാനം കാണിച്ചു കൊടുത്തത്. 28 കോടി നരകങ്ങളെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് പഞ്ചമസ്കന്ധം 26 അധ്യായങ്ങൾ അവസാനിക്കുക. 26ാമത്തെ അധ്യായത്തിൽ ആ നരകം കൂടി വർണ്ണിച്ചുകൊണ്ട് ശ്രീ ശുകബ്രഹ്മ മഹർഷി പറഞ്ഞു, ഇതൊക്കെ കേട്ടിട്ട് പരിഭ്രമിക്കണ്ട. ഇതൊക്കെ എന്തിനാ പറഞ്ഞത് വെച്ചാൽ ഭൂദ്വീപ വരുഷ സരിദദ്രി നഭ സമുദ്ര പാതാള ദിങ് നരകഭാഗണ ലോകസംസ്ഥ. ഈ നരകാദികളെ കുറിച്ചല്ല ഞാനിപ്പോ പറഞ്ഞത്. എന്തിനാ വെച്ചാൽ ഗീതാമയ തവ നൃപ അത്ഭുതം ഈശ്വരസ്യ സ്ഥൂലം വഭു, ഈശ്വരന്റെ സ്ഥൂലമായ വലുപ്പത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പാതാളം പാദമായിട്ടും സത്യലോകം ശിരസ്സായിട്ടുമുള്ള ഭൂഗോളം
അരക്കെട്ടായിട്ടുമുള്ള ഭഗവാന്റെ ആ വലുപ്പത്തെ ബോധ്യപ്പെടുത്താനാണ് ഇതൊക്കെ പറഞ്ഞത്. എന്തിനാണ് ഈ ഗുരുവായൂരപ്പന്റെ വലുപ്പം മനസ്സിലാവണത്? നമ്മുടെ ചെറുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഗുരുവായൂരപ്പന്റെ വലുപ്പം മനസ്സിലാവുമ്പോൾ നമ്മുടെ ചെറുപ്പം മനസ്സിലാവും. അപ്പൊ നമ്മുടെ തലയെടുപ്പ് കുറയും, അപ്പൊ നമ്മുടെ അഹങ്കാരം കുറയും, അപ്പൊ ഞാൻ എൻ്റെ എന്നുള്ളതായ ഒന്നും തള്ളില്ലാണ്ടാവും. അപ്പൊ മനസ്സ് ശുദ്ധമായി തീരും. ആ മനഃശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഈ സ്ഥൂലരൂപ വർണ്ണന. സ്ഥാനം എന്നുള്ള പാഠമാണ്, ലക്ഷണമാണ് 5-ാം സ്കന്ധത്തിൽ. നരകത്തെക്കുറിച്ച് കേട്ട അവസരത്തിൽ പരീക്ഷത്തിന് ആകപ്പാടെ ഒരു നടുക്കം, പരിഭ്രമം. താനിയുടെ ഭാഗവതം കേട്ടിരിക്കുന്നു, തക്ഷകന്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടുന്നുള്ള കാര്യം ഉറപ്പായി. പക്ഷേ ഇതൊന്നും കേൾക്കാത്തവരുടെ കാര്യം ആലോചിച്ച് പരിഭ്രമായി. ഈ നരകത്തിന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയില്ലെന്ന് ചോദിച്ചപ്പോഴാണ് വഴിയുണ്ട്, പാപം ചെയ്യാണ്ടിരുന്നാ മതി. വെറുതെ അങ്ങനെ റോട്ടിൽ കൂടി നടക്കുന്നതിനിടയ്ക്ക് പോലീസ് പിടിക്കൊന്നുമില്ല. വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് പിടിക്കില്ലേ, ഓവർ സ്പീഡായാലും പിടിക്കുള്ളൂ. കുറ്റം ചെയ്തവരെ മാത്രമേ ശിക്ഷിക്കുള്ളൂ. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശിക്ഷാ നടപടികൾ ഇവിടെ തന്നെ. എന്തുപോലെയാണ് ഭഗവാന്റെ നരകാദികളും. കുറ്റകൃത്യങ്ങൾ ചെയ്യാത്തവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ എന്തെങ്കിലും ചെയ്തു പോയാലോ എന്നായി പരീക്ഷത്തിനടുത്ത് ചോദ്യം. ഇതിന് വക്കീലൊക്കെ ഉണ്ടല്ലോ, കേസും കൂട്ടമൊക്കെ ആയിട്ട് രക്ഷപ്പെടാനുള്ളതായ മാർഗമുണ്ടല്ലോ, പരിഹാരങ്ങളുണ്ടല്ലോ, ചെയ്തു പോയ പാപത്തിനുള്ളതായ പരിഹാരങ്ങളുണ്ടല്ലോ. അല്ല, പരിഹാരം ഉണ്ടാച്ചാലും വേണ്ടില്ലേ, പരിഹാരം ഉള്ളത് വേറൊരു പ്രശ്നം ഉണ്ടാക്കുന്നു. പരിഹാരം ഉണ്ടല്ലോ, നാട്ടിലൊക്കെ അങ്ങനെയാ. 100 രൂപ പോക്കറ്റിൽ ഉണ്ടായാൽ മതിയല്ലോ ഹെൽമെറ്റ് വയ്ക്കാണ്ടിരിക്കാനേ. 100 രൂപ കൊടുത്താൽ പിന്നെ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിലും പോകാലോ എന്ന് നോക്കി. ഈ പരിഹാരം ഉള്ളതുള്ളത് പാപം ചെയ്യാനുള്ള ഒരു പ്രേരണയായിട്ട് മാറും. പാപവാസനകളിൽ നിന്ന്, പാപം ചെയ്യുന്ന സ്വഭാവത്തിൽ നിന്ന് സൽസ്വഭാവത്തിലേക്ക് തിരിച്ചു വരാൻ ഈ പരിഹാരങ്ങൾ കാരണമായി തീരുകയില്ല. പാപവാസനകളെ, പാപം ചെയ്യാനുള്ളതായ പ്രേരണാ സ്വഭാവങ്ങളെ എങ്ങനെ ജയിക്കാം? അതിൻ്റെ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, ജ്ഞാനം സമ്പാദിക്കുക. അറിവില്ലായ്മ കൊണ്ടാണ്, അജ്ഞത കൊണ്ടാണ് പാപത്തിലേക്ക് വഴിതെറ്റി പോകുന്നത്. ജ്ഞാനിയായിട്ട് മാറുക, അറിവുള്ളവനായി തീരുക. അതെല്ലാവർക്കും പറ്റുമോ? കുറച്ച് ബുദ്ധിമാന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ. കഠിനമായ തപസ്സനുഷ്ഠിക്കുന്നവർക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. ഭൂരിപക്ഷ ആൾക്കാർക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ എന്താണ് ഒരു പോം വഴി എന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി പരീക്ഷത്ത് വീണ്ടും ചോദിക്കണു. അപ്പോഴാണ് ശ്രീ ശുബ്രഹ്മർഷി പറയണത്, കേവലയാ ഭക്തിയാ, കേവല ഭക്തി ഒന്നുകൊണ്ട് മാത്രം, പാപത്തുനിന്ന് മാത്രമല്ല പാപവാസനകളിൽ നിന്നും, പാപം ചെയ്യണതായ സ്വഭാവത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കും. സകൃന്മന കൃഷ്ണപദാരവിന്ദയോ, ഒരിക്കലെങ്കിലും ആ ശ്രീകൃഷ്ണ പദാരവിന്ദങ്ങളെ മനസ്സിൽ സ്മരിച്ചവരാണ് എങ്കിൽ പിന്നെ അവർ വഴിതെറ്റിപ്പോകാൻ പുറപ്പെട്ടാലും ഗുരുവായൂരപ്പന് സമ്മതിക്കില്ല. പിന്നാലെ വന്ന് അതേ വഴിതെറ്റിയിട്ടോ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വഴി കാണിച്ചു തരും. ഭഗവാന്റെ അടുത്തേക്കുള്ളതായ മാർഗത്തിലേക്ക് കൈപിടിച്ച് കൊട്ടിക്കൊണ്ടുപോയിട്ട് ആ പാദത്തിലേക്ക് എത്തിക്കും. അതാണ് ഭഗവാന്റെ കാരുണ്യം, അതാണ് ഭഗവാന്റെ ഭക്ത വാത്സല്യം. ആ പോഷണം എന്നുള്ള ലക്ഷണമാണ് 6-ാം സ്കന്ധത്തിൽ. പോഷണം. നമുക്ക് ജീവിതത്തിൽ ശോഷണം വന്നാലും, നമ്മൾ വഴിതെറ്റിപ്പോയാലും, അധപ്പതിച്ചാലും, ഒരിക്കൽ സകൃന്മന കൃഷ്ണപദ അരവിന്ദ്, ഒരിക്കൽ ഭഗവാനെ ആശ്രയിച്ചവരാണ് എങ്കിൽ നമ്മളൊരു പക്ഷേ മറന്നുപോയി എന്ന് വരാം. ഗുരുവായൂരപ്പൻ അങ്ങനെ ഒരു മറക്കണതായ സ്വഭാവമൊന്നുമില്ല. ഓർത്ത സാഹചര്യം ഉണ്ടാക്കി നമ്മളെ വന്ന് ഭഗവാൻ രക്ഷിക്കും എന്നതിന് ഉദാഹരണമായിട്ടാണ് അജാമിള മോക്ഷം കഥ. വിശ്യാലയത്തിൽ ജീവിച്ച് 88-ാം വയസ്സിൽ മരണ വെപ്രാണത്തിൽ ചക്രശ്വാസം വലിക്കുമ്പോൾ മകനെ നാരായണ എന്ന് വിളിച്ചപ്പോൾ വിഷ്ണു പാർഷദന്മാർ വന്നത് രക്ഷിക്കണതായ അജാമിളന്റെ കഥ. അങ്ങനെ രക്ഷപ്പെട്ടപ്പോൾ വീണ്ടും ഇനിയുള്ള ആയുഷ്കാലം അവിടുത്തെ നാമം ജപിക്കാനാണെന്ന് തീരുമാനിച്ചു. ഗംഗാതീരത്ത് വന്ന് അനേക കാലം നാമം ജപിച്ച്, ഒരു നാമം ജപിച്ചപ്പോൾ പാപം തീർന്നു. പക്ഷെ പാപവാസനകൾ അവിടെ ഉണ്ടായിരുന്നു. വീണ്ടും വീണ്ടും ആവർത്തിച്ച് നാമം ജപിച്ച് ആ പാപവാസനകളിൽ നിന്ന് മുക്തനായി തീർന്ന വൈകുണ്ഠ ലോകത്തിൽ എത്തിച്ചേർന്നതായ അജാമിളന്റെ കഥ. പിന്നെയും അങ്ങോട്ട് സ്വയംഭൂ മന്വന്തര വംശത്തെക്കുറിച്ച് പറയുന്നതിനിടയിൽ വൃത്രാസുര മോക്ഷം എന്നുള്ളതായ കഥ, നാരായണ കവചം എന്നുള്ളതായ ഒരു മന്ത്രം, വൃത്രാസുരന്റെ പൂർവജന്മ ചിത്രകേതു ഉപാഖ്യാനം, മരുതുൽപത്തി കഥകളൊക്കെയാണ് 6-ാം സ്കന്ധത്തിലെ 19-ാമത്തെ അധ്യായത്തിൽ. പോഷണം, അതിലംഘിത മര്യാദ ഭക്തത രക്ഷണ ലക്ഷണം എന്നാണ് പോഷണത്തിന്റെ വ്യാഖ്യാനം, അർത്ഥം. എല്ലാ മര്യാദകളെയും അതിലംഘിച്ചുകൊണ്ട് തന്റെ ഭക്തനെ ഭഗവാൻ രക്ഷിക്കുന്ന ലക്ഷണത്തിനാണ് പോഷണം എന്ന് പറയുക. അങ്ങനെ ഭക്തന്മാരെ സർവഥ. എന്നാലും അയാൾ എന്താ അങ്ങനെ രക്ഷപ്പെടാൻ കാരണം? അത് ഗുരുവായൂരപ്പൻ മാർക്കിട്ടതാണ്.
നമ്മുടെ ദൃഷ്ടിയിൽ നല്ല അമ്പലത്തിലേക്കൊക്കെ പോകണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ അയാളുടെ പൂർവ്വജന്മ കഥകളാണ് നമ്മൾ ചിന്തിക്കുക. ഗുരുവായൂരപ്പൻ അങ്ങനെയില്ല. ഒരാൾ എപ്പോൾ തന്നെ വന്ന് ആശ്രയിക്കുന്നുവോ, ഞാൻ നേരത്തെ പറഞ്ഞതായ അഭിചേൽ സുദുരാചാര, ജീവിതത്തിൽ എന്തെല്ലാം കൊള്ളരുതായ്മകൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ല, തന്നെ വന്ന് ആശ്രയിച്ചിട്ടുണ്ടോ എന്നതിനാണ് ഭഗവാൻ മാർക്കിടുക. അങ്ങനെ ഭഗവാൻ മാർക്കിട്ട് കഴിഞ്ഞാൽ ആരാണ് രക്ഷപ്പെടാണ്ടിരിക്കുക? ആദികവി വാൽമീകിയുടെ കഥ പോലും അങ്ങനെയാണല്ലോ. കാട്ടാളനായിരുന്നു, കൊള്ളരുതാത്തവനായിരുന്നു, പിടിച്ചുപറിക്കാരനായിരുന്നു. പക്ഷേ ആ മാനസാന്തരം വരാനൊരു അവസരമുണ്ടായി. എന്റെ പാപത്തിന് നീയും കൂടി നരകത്തില് കൂടെ ഉണ്ടാവില്ലേ? അല്ല, നരകത്തിലേക്ക് പോകുമ്പോഴേ നീയും കൂടി ഒപ്പം ഉണ്ടാവില്ലേ എന്ന് ഭാര്യയോട് ചോദിച്ചപ്പോഴാണ് അത് എങ്ങനെയാ ഉണ്ടാവുക, ചെയ്ത പാപത്തിന് അങ്ങനെ തന്നെ നരകം അനുഭവിക്കേണ്ടി വരും എന്നുള്ള മറുപടി കേട്ടപ്പോഴാണ് മാനസാന്തരം വന്നതും ഞാൻ ചെയ്ത പാപത്തിന് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞപ്പോൾ അതിന് രക്ഷപ്പെടാൻ എന്താ വഴിയെന്ന് ചോദിച്ചപ്പോൾ സജ്ജനങ്ങൾ പറഞ്ഞു കൊടുത്തതായ രാമനാമം ജപിക്കാൻ പോലും അറിയാത്ത ആ കട്ടാളന് ആ മരം ഈ മരം എന്ന് പറഞ്ഞു കൊടുത്തു എന്നൊക്കെയാണ് കഥ. ഏതായാലും രാമനാമത്തിന്റെ നിരന്തരമുള്ള ജപാദികളെ കൊണ്ട് ആ രത്നാകരനാണ് പിന്നീട് വാൽമീകിയായി മാറിയത്, രാമായണ കാവ്യം എഴുതിയത്. ഇങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ അഭിചേൽ സുദുരാചാര എന്ന് ശ്രീകൃഷ്ണൻ അർജുനോട് പറയേണ്ടതായ ഗീതയിലെ വരികളുടെ അർത്ഥം എത്രയോ ജീവചരിത്രങ്ങളിൽ കൂടി നമുക്ക് ഇന്നും പിടികിട്ടുന്നതാണ്. ഏതായാലും ഭഗവാൻ നമ്മളെ സദാ പോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ശോഷണം വന്നാലും മതപതനം വന്നാലും പാപങ്ങളിലേക്ക് നമ്മൾ വഴിതെറ്റിപ്പോയാലും കൈപിടിച്ച് ഭഗവാൻ നമ്മളെ വത്സലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതായ പോഷണ ലക്ഷണമാണ് 6ാമത്തെ സ്കന്ധത്തിൽ. നമുക്കിനി ചെറിയൊരു ഇന്റർവെല്ലാവാം തോന്നുന്നു. 6ാമത്തെ സ്കന്ധം കഴിഞ്ഞിട്ടില്ല, ഒന്നിങ്ങനെ ഒടിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി 6 സ്കന്ധങ്ങൾ കൂടിയുണ്ട് ഭാഗവതത്തിൽ. 7ാം സ്കന്ധത്തിലാണ് നരസിംഹാവതാരം, 8ാം സ്കന്ധത്തിലാണ് വാമനാവതാര മത്സ്യാവതാര കഥകളൊക്കെ, 9ാം സ്കന്ധത്തിലാണ് സൂര്യവംശ രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ രാമായണ പരശുരാമ ചരിത്രങ്ങളൊക്കെ, 10ാം സ്കന്ധത്തിൽ എത്തുമ്പോൾ ബലരാമ ശ്രീകൃഷ്ണന്മാരായിട്ട് അവതരിക്കുന്നതായ കഥകളൊക്കെയാണ്. ഇനിയൊരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ കൃഷ്ണാവതാരം കൂടി ഒന്ന് വായിച്ച് നിർത്താമെന്ന് വിചാരിച്ചു. പക്ഷെ അധ്യായങ്ങൾ വായിക്കാൻ വിചാരിച്ചു, അതിപ്പോൾ നിങ്ങളിങ്ങനെ കേട്ടിരിക്കുമ്പോൾ വായിക്കാൻ സമയം കിട്ടില്ല. ഏതായാലും മറ്റൊരവസരത്തിലാവാം. 3ാമത്തെ അധ്യായം വായിച്ചപ്പോൾ ഇതെല്ലാ അധ്യായങ്ങളും വായിച്ചു കഴിഞ്ഞു. അതിൽ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എവിടെയാണ്?